ഒരു വാക്ക് പറയുവാൻ സ്വർഗം ഇങ്ങനെ അവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ജന്മവും ഒരു ജീവിതവും മാത്രമുള്ളവരെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരായ നമ്മൾ ആ ഒരു ജന്മത്തിൽ തൻ്റെ നീതിയും തൻ്റെ ധർമ്മവും അറിഞ്ഞ് തന്നാലാവോളം നന്മകൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 950 വർഷങ്ങൾക്കപ്പുറമായിരുന്നു ഇസ്രായേലിലെ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് ജീവിച്ചിരുന്നത്. യേശു ജനിക്കുന്നതിന് 27 തലമുറയ്ക്കപ്പുറമായിരുന്നു ദാവീദ് ജീവിച്ചിരുന്നത്. ഈ ഭക്തനായ ദാവീദ് തൻ്റെ സങ്കീർത്തന വരികളിലൊരു വാക്കെഴുതിയിട്ടുണ്ട്: യഹോവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. സകല നന്മയുടെയും കാരണഭൂതൻ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനുഷ്യനൊരു യുദ്ധക്കളത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഭക്തൻ പാടിയിരിക്കുന്നു: നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. യേശു ഒരിക്കൽ പറഞ്ഞു: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊരിക്കലും തനിയെ ഫലം കായ്പാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ ആകമാനം പഠിക്കുമ്പോൾ അവനെ അലട്ടുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. അതിലൊന്ന് പാപമാണ്. പാപം സകല മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ പാപിയാണ്. ആ പാപനിമിത്തം പലപ്പോഴും അവന് ദൈവത്തിങ്കിലേക്ക് പോയി ചേരാൻ ഒക്കത്തില്ല. ബൈബിളിലെ മനസാക്ഷിത്വത്തിൽ ജീവിച്ച ഒരു നീതിമാനായിരുന്നു ജോബ്. ജോബിൻ്റെ ജീവിതത്തിലെ അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്നെ പിൻഗമിച്ചു. തൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചു മരിച്ചു. ഒന്ന് ഓർത്തേ, 10 ഡെഡ് ബോഡി ഒന്നിച്ചാണ് വീട്ടുവാതിക്കൽ കൊണ്ടുവച്ചിരിക്കുന്നത്. തൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായി. തനിക്കിരിക്കാനൊക്കുന്നില്ല, തനിക്ക് നിൽക്കാനൊക്കുന്നില്ല, തനിക്ക് കിടക്കാനൊക്കുന്നില്ല. തല തുടങ്ങി കാൽപാദം വരെ വ്രണങ്ങളായി. അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തൻ്റെ പ്രാണനെ പിൻഗമിച്ചു. ഭക്തനായ ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു: ദൈവമേ, എന്നെയും നിന്നെയും തമ്മിൽ പറഞ്ഞു നിരപ്പിക്കേണ്ടതിന് ഞങ്ങൾക്കിടിവിൽ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അബ്രഹാമിൻ്റെ ഏറെക്കുറെ സമകാലികനായി ജീവിച്ച ജോബ് ദൈവത്തോട് പറഞ്ഞത്: എന്നെയും നിന്നെയും തമ്മിൽ പറഞ്ഞു നിരപ്പിക്കുവാൻ ഇടിവിൽ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്യമായിരുന്നില്ല. പാപം ചെയ്തു പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു മശിഹായുടെ മനുഷ്യാവതാരം. യേശു ജനിക്കുന്നതിന് 950 വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ ഭക്തന്മാർ അതിന് കാത്തിരുന്നു. പ്രവാചകന്മാർ തങ്ങളുടെ പ്രവചന ചുരുളിലൊക്കെയും യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച് എഴുതി. പക്ഷേ സ്വർഗഘടികാരത്തിൽ നിയോഗിതമായപ്പോൾ യേശു ലോകത്തിലേക്ക് വന്നു. അപ്പോൾ ജോബ് പറഞ്ഞത് എന്നെയും, തമിഴിൽ നല്ലൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റെ കരങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളെയും തമ്മിൽ പിടിപ്പിക്കേണ്ടതിന് ഇടിവിൽ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. അപ്പോൾ അതൊരു വലിയ വിഷയമാണ് നമ്മുടെ വിഷയം. കാര്യം ദൈവത്തെക്കുറിച്ച് നാം പഠിച്ചാൽ നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ സിംഹാസനം ഉയർന്നതാണ്. നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ സിംഹാസനം ഉയർന്നതാണ്. അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മനുഷ്യൻ അധമപാതാളത്തോളം താണവനാണ്. അപ്പോൾ അധമപാതാളത്തോളം താണുകിടക്കുന്ന മനുഷ്യനെ നീതിയിലും വിശുദ്ധിയിലും ഉന്നതനായിത്തീരുന്ന ദൈവം കരനീട്ടിപ്പിടിക്കണം. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടിവിലാണ് നമ്മുടെ യേശുവിൻ്റെ മരണം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 2 കരങ്ങളിലും ആണികളടിക്കുമ്പോൾ ഒരു കരം പിതാവായ ദൈവത്തിൻ്റെ കരത്തിലും മറുകരം മാനവരാശിയുടെ കരത്തിലും പിടിച്ച ശേഷമാണ് യേശു പറഞ്ഞത്: പിതാവേ, സകലതും നിവർത്തിയായി. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുവാൻ ഒരുവൻ വേണം. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. രണ്ടാമത് നമ്മളെ അലട്ടുന്ന മറ്റൊരു വിഷയം അരിഷ്ടതയാണ്. അരിഷ്ടത. ജീവിതത്തിൽ അരിഷ്ടതയുണ്ടാകും. പൗലോസ്ലീഹ പറയുകയാണ്: അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാനോ ഇച്ഛിക്കാത്ത തിന്മകളെ ചെയ്തു കൂട്ടുന്നു. ആരെന്നെ വിടുവിക്കും? വളരെ ദുഃഖത്തോടെ കരഞ്ഞ ശേഷം അവസാന വരികൾ എങ്ങനെയാണ്? റോമാലേഖനത്തിൽ പറയുന്നു: യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഞാൻ അരിഷ്ടനെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയല്ല, പകരം യേശുവിനെ ഇടിവിൽ നിർത്തി പിതാവായ ദൈവത്തെ സ്തുതിച്ചു. മൂന്നാമത്തെ നമ്മുടെ പ്രതിസന്ധ്യ ലോകത്തിൻ്റെ കഷ്ടതയാണ്. കർത്താവായ യേശുവിന് ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും അധികം ശോഭയോടെ പ്രകാശിച്ചത് പൗലോസ്ലീഹയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്: കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കുറേ ലിസ്റ്റ്. ഇതെല്ലാം എഴുതിയ ശേഷം ലാസ്റ്റ് വരെ ഏതാണെന്നറിയാമോ?
എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ അനർത്ഥങ്ങളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് എഴുതിയ ശേഷം താൻ പറയുകയാണ്, ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാനൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാ. കാര്യം പൗലോസ്ലീ പറയുന്നു, ഞാൻ 195 അടി കൊണ്ടിട്ടുണ്ടെന്ന്. ഓർത്തേ, സുവിശേഷ വിരോധികളാൽ റോമൻ കാരാഗൃഹത്തിൽ കിടന്ന് 195 അടി ഏറ്റിട്ടുണ്ട്. മുതുകിൽ 39 അടി വീതം 5 വട്ടം കൊണ്ടു. ഒരിക്കൽ കല്ലേറിയേറ്റു, ഒരിക്കൽ കോലിനാൽ അടിയേറ്റു. പറയുക, കഷ്ടത, നഗ്നത, ആപത്ത്, വാൾ, ഒരു വലിയ ലിസ്റ്റ്. മനുഷ്യ ചിന്താമണ്ഡലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അനർത്ഥങ്ങളുടെ ലിസ്റ്റ് എഴുതിയ ശേഷം ലാസ്റ്റ് വരിയിൽ എഴുതിയെന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രതിസന്ധി ദൈവത്തിങ്കൽ ചെന്ന് ചേരുക, ഇടിവിൽ യേശുവുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പ്രതിസന്ധിയായി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അരിഷ്ടതയാണ്, അതിൽ യേശുവുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പ്രതിസന്ധി ലോകത്തിൻ്റെ കഷ്ടമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാഗാലാൻഡിലുള്ളപ്പോൾ താനൊരു കൊള്ളക്കാരയിൽ പെട്ടുപോയി. കൊള്ളക്കാർ തന്നെ തടഞ്ഞ് ക്രൂരമായി ഉപദ്രവിച്ചു. ഓഫീസിലേക്ക് പോകുമ്പോൾ വണ്ടി തടഞ്ഞ് ക്രൂരമായി ഉപദ്രവിച്ചു. താൻ എന്നോട് പറഞ്ഞതാണ്, ക്രൂരമായി ഉപദ്രവിച്ച ശേഷം തനിക്ക് ബോധം വരുമ്പോൾ സഹപ്രവർത്തകർ വന്ന് തന്നെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. തനിക്ക് ഭയങ്കര വൈരാഗ്യമായി. അപ്പോൾ തനിക്ക് ഈ ചെയ്തവരെ ഉപദ്രവിക്കണമെന്നൊരു ചിന്ത വന്നു. താൻ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നാട്ടിലേക്ക് തിരിച്ചയച്ചു. അതിനുശേഷം പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയായി. ഒരു രാത്രിയിൽ താൻ ദർശനത്തിൽ യേശുവിനെ കണ്ടുപോലും. യേശു പറഞ്ഞു എന്നാണ് പറയുന്നത്, നീ പ്രതികാരമൊന്നും ചെയ്യരുത്, നീ ഏറ്റ ഉപദ്രവമൊക്കെ ഞാനാണ് ഏറ്റത്. അത് തനിക്ക് ഉൾക്കൊള്ളാനൊക്കുന്നില്ല. രാത്രി ദർശനത്തിൽ താൻ കാണുകയാണ്, തന്നെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി കള്ളന്മാർ 4 സൈഡിൽ നിന്ന് ഉപദ്രവിക്കുന്നു. പക്ഷേ ഉപദ്രവിക്കുമ്പോൾ അവിടെയെല്ലാം 4 സൈഡിലും യേശുവിൻ്റെ സാന്നിധ്യമാണ് താൻ കണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന പ്രതിസന്ധികളിലൊന്ന് കഷ്ടതയാണ്. കഷ്ടതയെ അതിജീവിപ്പാൻ യേശുവിൻ്റെ സാന്നിധ്യം വേണം. ഇനി അടുത്ത ഒരു വലിയ വിഷയമുണ്ട്, അത് ഭൂമിയിൽ നന്മ ചെയ്യാനാണ്. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലേ? നമുക്ക് നന്മ ചെയ്യാൻ എങ്ങനെ നോക്കും? എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമാണ്, പക്ഷെ നടക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെങ്കിൽ നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണം. ഭൂമിയിലെ ഈ ഒരുപാട് ചിന്തിക്കുന്നവരൊന്നും നന്മ ചെയ്യല. നമ്മൾ മഹാഭാരത ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ അതിലൊരു മനോഹരമായ കഥയുണ്ട്, കർണൻ്റെ കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കർണൻ്റെ കയ്യിലെ ഒരു പൊൻകിണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ കർണൻ എന്ത് ചെയ്യും? ആ പൊൻകിണ്ണത്തിൽ നിന്ന് എണ്ണയെടുത്ത് തൻ്റെ ശരീരത്തിൽ പുരട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാചകൻ്റെ വേഷത്തിലൊരു ദേവൻ വന്ന് പറഞ്ഞു, ഗുരു, ആ പാത്രം എനിക്കിഞ്ഞ് തരാമോ എന്ന്. അപ്പോൾ ഇടത് കയ്യിലിരിക്കുകയാണേ. പെട്ടെന്ന് അദ്ദേഹം അങ്ങ് വെച്ച് നീട്ടി. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിയ ശേഷം ആ യാചകൻ പറഞ്ഞു, പ്രഭു, ധനവാൻ ദരിദ്രന് ദാനം കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കൊടുക്കരുതേ എന്ന് പറഞ്ഞു. അപ്പം കർണൻ പറഞ്ഞു, സോറി, അത് അബദ്ധം പറ്റിപ്പോയി. അതെന്താ അങ്ങനെ പറ്റിയത്? അത് എൻ്റെ കയ്യിൽ ഇടത് കയ്യിലിരിക്കുന്ന സാധനം ഞാൻ വലത് കൈയിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടെന്ന്. നമ്മൾ ഭൂമി നന്മ ചെയ്യാത്തത് നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നവരായതുകൊണ്ടാണ്. ചിലർ ചിന്തിച്ച് ഒരു ജന്മം വേസ്റ്റാക്കി കളയും. ഒരു കാര്യം ഭൂമി ചെയ്യത്തില്ല, സ്വന്തം പ്രാണന് പോലും നന്മ ചെയ്യത്തില്ല. കാര്യം നമ്മൾ ഒത്തിരി ചിന്തിക്കും. ഒരുപാട് ചിന്തിക്കാത്തവരെ ഭൂമി നന്മ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ നന്മയ്ക്ക് പിന്നിൽ ആരുണ്ട്? യേശുവുണ്ട്. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ആടുകളുടെ വലിയിടയനായ യേശു ക്രിസ്തുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തിയ പിതാവായ ദൈവം അവനെ കൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ചെയ്യിക്കട്ടെ. ഇപ്പോഴും നമുക്ക് അറിവുണ്ടായിരിക്കണം. പ്രതീക്ഷിക്കുന്നതിലപ്പുറം ചെയ്തോ, അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചാലേ ഫലം കായ്ക്കും. ഇനി നമ്മുടെ അടുത്തൊരു വിഷയമുണ്ട്, മരണം ഭയങ്കരമാണ്. മരണത്തിൻ്റെ മണിനാദം കേൾക്കുന്നിടത്തോളം കാലം മനുഷ്യൻ ഭയപ്പെടും. എത്ര മിടുക്കനാണേലും ഭയപ്പെടും. മരണത്തിൻ്റെ മണിനാദം കാതിൽ കേൾക്കുകയാണ്. കാര്യം മനുഷ്യനും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് നീതിയുള്ള ദൈവത്തെയും അവൻ്റെ നീതിയുള്ള സിംഹാസനത്തെയും മനുഷ്യൻ കാണുകയാണ്. ദുഷ്ടന്മാരുടെ യാതനയും നീതിമാന്മാരുടെ പർദീസയും നമ്മുടെ മനസാക്ഷിയിൽ കാണാം. ആ മനസാക്ഷിയുടെ ആക്ഷേപവും പിന്നെ മരണത്തിൻ്റെ മണിനാദവും കേൾക്കുമ്പോൾ ഏത് മിടുക്കനും വിറയ്ക്കും. ഭയമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളം കൊണ്ട് വിറച്ചു പോകും. ഇത് ഭയങ്കര ശക്തിയാണ് മരണം. ബൈബിൾ ഭാഷയിൽ ഇത് ഒരു പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് പൗലോസ്ലീഹ എടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണമെന്ന്.
പക്ഷേ യാക്കോബ സുറിയാനി സഭയിലെ കാലം ചെയ്തു പോയ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സർവശക്തനായ ദൈവം തമ്പുരാനെ നിൻ്റെ സൃഷ്ടിയോടുള്ള കരുണഹേതുവായി നീ അവന് മരണം കൊടുത്തെന്നാണ്. മരണമില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ ഈ മരണമുള്ളത് കൊണ്ടല്ലേ ശരീരം വിട്ടു പോകുന്നത്. അപ്പോൾ മരണം ദൈവനീതിയുടെ അടയാളമാണ്. അപ്പോൾ ഈ മരണം പിന്നെ ഒടുക്കത്തെ ശത്രുവാണ്. ഞാൻ അടുത്ത കാലത്തെ ഒരു സന്യാസി ഭക്തനായ ഒരാൾ അവിടെ ചർച്ചിൽ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മരണത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ അദ്ദേഹം ഒരു 4 യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. 4 യുദ്ധം. അതിൽ ഒന്നാമത്തെ യുദ്ധം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നതൊരു യുദ്ധമാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഭയങ്കരമായൊരു യുദ്ധമാണ്. 2, അവൻ്റെ ജീവിതം യുദ്ധമാണ്. 3, അവനിൽ ദൈവം പകർന്നിരിക്കുന്ന നീതിക്ക് വിരോധമായി പോരാടുന്ന പാപം ഒരു യുദ്ധമാണ്. ഏറ്റവും ഒടുവിൽ ഒടുക്കത്തെ ശത്രുവാണ് മരണം. ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒടുക്കത്തെ ശത്രുവാണ്, ലാസ്റ്റ്, നിത്യതയുടെ കവാടവാതുക്കൽ പടവാളുമായി നിൽക്കുന്ന ഒടുക്കത്തെ ശത്രുവാണ് മരണം. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളെല്ലാം മരിക്കേണ്ടി വരും. ആ മരണത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കും? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു നാൾ താൻ തിരിഞ്ഞു നോക്കി, താൻ മരണത്തെ കണ്ടു. മരണം ഒരു മഹാസർപ്പത്തെ പോലെ വാ പിളർന്ന് തൻ്റെ പിന്നാലെ വരികയാണ്. അടുത്ത നിമിഷം തന്നെ വിഴുങ്ങും. താൻ തിരിഞ്ഞു ചോദിച്ചു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള വിട്. അടുത്തത്, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്ത വാക്ക് ഏതാണെന്നറിയാമോ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം യേശു മുഖാന്തരമാണ്. യേശുവിൻ്റെ കരങ്ങളുടെ ഈ ഭാഗത്താണ് ആണിയടിച്ചത്. സാധാരണ നമ്മൾ ഡാമിജിയുടെയൊക്കെ ചിത്രം കാണുമ്പോൾ യേശുവിൻ്റെ കൈയുടെ ഈ ഭാഗത്താണ്, അല്ല, കറക്റ്റ് ചരിത്രം പഠിച്ചാൽ ഈ ഭാഗത്താണ്, ഈ കൈയുടെ ജോയിൻറ്റിലാണ്. കാര്യം ഭാരം കൊണ്ട് കൈ കീറിപ്പോകാതിരിക്കാൻ ഇവിടെയാണ് അടിച്ചത്. വേദന കൊണ്ട് യേശു പുളയുകയാണ്. ഒരു കരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ നീതിയുടെ കരവും മറുഭാഗത്ത് അധർമ്മിയും ഭാവിയുമായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ കരവും തമ്മിൽ ചേർന്ന് പിടിച്ചു. പ്രാണനെ വിടുമ്പോൾ യേശു അലറി, എലോഹി എലോഹി ലമ്മ ശബദാനി. അടുത്ത വരികളിലെല്ലാം നിവൃത്തിയായി. അപ്പോൾ യേശു മുഖാന്തരമാണ് നമുക്ക് പിതാവിങ്കിലേക്കുള്ള പ്രവേശനം. യേശു മുഖാന്തരമാണ് അരിഷ്ടതയുടെ മേലുള്ള ജയം. യേശു മുഖാന്തരമാണ് കഷ്ടതയുടെ മേൽ, കഷ്ടത, പട്ടിണി, നഗ്നത, ഇതൊക്കെ എഴുതുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനൊന്നും ഇത് പറഞ്ഞാൽ ബോധ്യപ്പെടാൻ പാടാണേ. നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴും നമ്മളൊരു 15 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് വെച്ചിട്ടാണ് ഇന്നേക്കുള്ളത് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നത്. എന്നാൽ അന്ന് സ്ലീഹന്മാരത് പറഞ്ഞ റീലിയായിരുന്നു. എന്നാൽ കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ അനുഭവിച്ച പിതാക്കന്മാരാണ്. അടുത്തത് അതിലുപരി മരണം. നമ്മളല്ലോ, മരണം ഭയങ്കര ശക്തിയാണ്. അപ്പോൾ മരണം ഒരു ഒടുക്കത്തെ ശത്രുവാണ്, യേശു മുഖാന്തരമാണ്. ഇനി അടുത്ത വിഷയം പുനരുത്ഥാനമാണ്. പുനരുത്ഥാനം. മരിച്ചാൽ തീരുമോ? ഇവിടെ വെച്ച് അവസാനിക്കുമോ? എണ്ണപ്പെട്ട മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി അടക്കം ചെയ്യും, ഇല്ലേ? പക്ഷേ ഇനി അടുത്ത വിഷയം എന്താണ്? പുനരുത്ഥാനമാണ്. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നറിയാമോ? പിതാവായ ദൈവം മരിച്ചവരെയും യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് മടക്കി വരുത്തും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം മരിച്ചവരെയും മടക്കി വരുത്തും. ആടുകളുടെ വലിയിടയനായ യേശു വന്ന് പേർ ചൊല്ലി വിളിക്കുമ്പോൾ കല്ലറ വിട്ടു പുറത്തു വരും. എന്താണ് യേശു പറഞ്ഞത്? എൻ്റെ ആടുകളെ എനിക്കറിയാം, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കും, ഞാൻ അവയ്ക്ക് മുൻപേ നടന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും. യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗം അതിന് സഹായിക്കട്ടെ. ഭക്തനായ ദാവീദ് പാടിയത് എന്താണ്? നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല കർത്താവേ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പ്രത്യാശയും സന്തോഷമുള്ളവരായിരിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരീക്ഷിക്കും.